പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് നമ്മൾ ചക്ക വരട്ടും പോലെ തന്നെ ചെറുപഴം വരട്ടിയതാണ്. ഇത് ഏത് ചെറുപഴം ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ നമ്മൾ ഇത് പാത്രത്തിലേക്ക് കോരി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. നമുക്ക് ആവശ്യമുള്ളപ്പം പായസമോ അടയോ അല്ലെങ്കിൽ വെറുതെ കഴിക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ കുറച്ച് പഴം ഇവിടെ ബാക്കി വന്ന് ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ നിന്നുകൊണ്ടാണ് ഇത്രയും തൊലി കറുത്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ നമുക്കൊന്ന് നീക്കിക്കളയാം. നീക്കിയിട്ട് മിക്സിയിലിട്ടത് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് നമുക്കിനി ആവശ്യമുള്ളതെന്ന് വെച്ചാൽ കുറച്ച് ശർക്കര വേണം. ഇതുണ്ട്, ഇത്രയുണ്ട് നമ്മൾ അടിച്ചെടുത്തപ്പം. ഇതൊരു 10-30 പഴമുണ്ട്. അപ്പോൾ നമുക്ക് ശർക്കര ഞാനിവിടെ 1 കിലോ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരം അനുസരിച്ച് നമുക്ക് ചേർക്കാം. 3/4 കിലോ ആയാലും മതി കേട്ടോ. അപ്പോൾ ഇതാ ഉരുക്കി എടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കണം, അഴുക്കൊക്കെ പോകണമല്ലോ. അപ്പോൾ ഞാൻ ആ ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് ചൂടുണ്ട് കേട്ടോ ഉരുളിക്ക്, അതാണ് ഇങ്ങനെ തിളയ്ക്കുന്നത്. ആദ്യം ശർക്കര ഉരുക്കി ഇത് ഒഴിച്ചു കൊടുത്തു, പിന്നെ നമ്മുടെ പഴം അടിച്ചു വെച്ചും കൂടെ ചേർത്ത് കൊടുത്തു. ഇപ്പോൾ തന്നെ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ ഇത് എന്താ ഇത് തിളച്ചാലും ഇങ്ങനെ നമ്മുടെ മേത്തേക്ക് തെറിക്കില്ല. ചക്കയാണെങ്കിൽ നമ്മുടെ മേത്തൊക്കെ തെറിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിങ്ങനെ ഇങ്ങനെ കുഴി പോലെ താന്നു പോകും. പിന്നെ ലാസ്റ്റ് ഞാൻ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. നെയ്യും കൂടെ ഒഴിച്ചാൽ ഇന്നൂടെ ടേസ്റ്റ് ആവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് ഏലക്കപ്പൊടിയാണ്. നമ്മുടെ നമ്മുടെ പഴം വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഇത് ഒത്തിരി അങ്ങോട്ട് കുറുകേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഒത്തിരി കുറുകുവാണെങ്കിൽ ഹൽവ പോലെ കട്ട് ചെയ്ത് കഴിക്കാം. ഇതിപ്പോൾ ഒറ്റ നൂൽ പരുവം. നമുക്ക് അടയോ പായസമോ ഒക്കെ ഉണ്ടാക്കാൻ ഇത് മതി. ഈ ഒരു പരുവം മതി. അപ്പോൾ നമുക്കിതിനിത് ഞാനിപ്പോൾ അടുപ്പ് ഓഫ് ചെയ്തു. നമുക്ക് തണുക്കുമ്പോൾ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് ഒന്നും കൂടെ കാണിക്കാം. ഇതാണ് ഒരു നൂൽ പരുവം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ പഴമൊക്കെ ബാക്കി വരുമ്പോൾ ഒട്ടും കളയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കുറച്ചേ ഉള്ളെങ്കിലും ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഇനി നമുക്കിത് പറഞ്ഞല്ലോ, നമുക്ക് തണുത്ത് കഴിയുമ്പം കോരി വയ്ക്കാം. ബാക്കി ഒരു കുറച്ച് ഞാൻ എടുത്തിട്ട് അടയും കൂടെ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 1-1.5 കപ്പ് മാത്രം റവ ചേർക്കുന്നുള്ളൂ. റവയാണ് ഇതിനെപ്പോഴും നല്ലത്. നമ്മൾ അരിപ്പൊടി ചേർക്കുന്നതിനേക്കാളും നല്ലത് റവയാണ്. അതിൻ്റെ ടെക്സ്ചർ നല്ലതാണ്. പിന്നെ കുറച്ച് തേങ്ങ ചിരകിയിട്ട് കൊടുത്തിട്ടുണ്ട്. അല്പം പിഞ്ചുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. ഇത് കുഴച്ച് നമുക്ക് കൈകൊണ്ട് ഒന്നിട്ട് കുഴച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇവിടെ ഇരിക്കണം കേട്ടോ. ആ റവയൊക്കെ ഒന്ന് കുതിർന്ന് വരാൻ. തേങ്ങാക്കൊത്തും കൂടി ഇട്ടാൽ നല്ലതാണ്. നെയ്യിൽ വറുത്ത തേങ്ങാക്കൊത്ത് ചേർത്താൽ പായസത്തിലൊക്കെ നമ്മൾ ചേർക്കില്ല അതുപോലെ. അപ്പോൾ അതായത് മാറിയിരിക്കുക. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് എടുത്ത് നോക്കാം. അതിനിടയ്ക്ക് നമുക്ക് ഇലയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. വാഴയില ആയാലും മതി കേട്ടോ. ഇതില്ലാത്തൊരു വാഴയില എടുത്താൽ മതി. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ആ റവയൊക്കെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കറിയാലോ കുമ്പളപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. ഒന്ന് കുമ്പിൾ പോലെ ഇലയൊന്ന് ചുറ്റി കൊടുത്തിട്ട് അതിൻ്റെ ഞെട്ടുള്ള ഭാഗം ഇത്തിരി നീണ്ട് നിൽക്കണം. എന്നിട്ട് നമുക്ക് അതിനുള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ച് കൊടുത്താൽ മതി. പിന്നെ വേറെ ഈർക്കിൽ കുത്തേണ്ട ആവശ്യമില്ല. ഇതുപോലെ അങ്ങോട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതെല്ലാം അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അത് വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് അതിനകത്തേക്ക് വെച്ച് കൊടുക്കണം. എല്ലാം നമുക്ക് ഇതുപോലെ കുമ്പിൾ കുത്തിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം. അപ്പോൾ അതാ നമ്മൾ വെള്ളം തിളച്ചതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ 10 മിനിറ്റ് വെന്ത് കഴിഞ്ഞപ്പോൾ നല്ല സൂപ്പർ അട റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ ടെക്സ്ചർ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. കണ്ടോ, ഇത് കഴിക്കുക. ഉണ്ടാക്കി നിങ്ങൾ പഴമൊക്കെ ബാക്കി വരുമ്പോൾ ഇങ്ങനെ വെറുതെ കളയാതെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണം. ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ അടുത്ത യൂസ്ഫുള്ളായ നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണുന്നവർ എല്ലാവർക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.